മാറാകട്ടെ. അടുത്ത ഫിത്ന എന്താണ്? ഫിത്നത്തുൽ മാൽ, സമ്പത്ത് കൊണ്ടുള്ള ഫിത്നയാണ്. മനുഷ്യന് സമ്പത്തുണ്ടായാൽ അഹങ്കാരം വന്നേക്കാം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അലിമീങ്ങളൊക്കെ ദുആ ചെയ്യൽ എങ്ങനെ? അല്ലാഹുമ്മ ജഅലി ദുനിയ ഫീ ഐദീന വലാ തജഅൽഹാ ഫീ ഖുലൂബിന. അല്ലാഹുവേ, ദുനിയാവ് വേണം, പൈസ വേണം, അത് ഞങ്ങളുടെ കയ്യിൽ തന്നാ മതി, മനസ്സിലേക്ക് തരല്ലേ പടച്ചവനെ, ഹൃദയത്തിലേക്ക് അതിന്റെ ഒരു ഹബ്ബ് തരല്ലേ പടച്ചവനെ. ദുനിയാവിനോടൊരു ഹബ്ബ് അത് വേണ്ട, ഹബ്ബ് നിന്നോടാണ്, ഹബ്ബ് നിന്റെ റസൂലിനോടാണ്. കയ്യിൽ നീ പൈസ തന്നോ, അതുകൊണ്ടല്ലേ റിലീഫ് പ്രവർത്തനം ചെയ്യാൻ പറ്റൂ, അതുകൊണ്ടല്ലേ ആരെങ്കിലും സഹായിക്കാൻ പറ്റൂ, അതുകൊണ്ടല്ലേ ഹജ്ജിന് പോകാനോ ഉംറയ്ക്ക് പോകാനോ പറ്റൂ. അതുകൊണ്ട് ദുനിയാവ് കയ്യിൽ തന്നാ മതി പടച്ചവനെ, ഖൽബിലേക്ക് തരല്ലേ. ഹൃദയം നിനക്കുള്ളതാ, ഈ സ്നേഹം നിന്നോടാണ്. പക്ഷേ സമ്പത്ത് കൊണ്ടുള്ള ഫിത്ന വരും. മസീഹു ദജ്ജാൽ ചെയ്യുന്നത് അവന്റെ കൂടെ കൂടി ആൾക്കാർക്കൊക്കെ നല്ലോണം കൊടുക്കുന്ന അങ്ങനെയാണ്. അത് സമ്പത്ത് കൊണ്ടുവരുന്നൊരു ഫിത്നയാണ്. സമ്പത്ത് കൊണ്ട് ഉണ്ടാകുമ്പോ അങ്ങനെ ചെയ്യും. അങ്ങനെയാണല്ലോ പൈസ ഉള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത്. തോന്നിവാസങ്ങളൊക്കെ ചെയ്യാൻ കൂടുള്ള ആളുകൾക്ക് പൈസ കൊടുത്ത് നിർത്തും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഖുർആൻ അത് പറയുന്നുണ്ട്. 32-ാമത്തെ ആയത്ത് സൂറത്തുൽ കഹ്ഫിൽ തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَضْرِبْ لَهُم مَّثَلَ الرَّجُلَيْنِ جَعَلْنَا لِأَحَدِهِمَا جَنَّتَيْنِ مِنْ أَعْنَابٍ وَحَفَفْنَاهُمَا بِنَخْلٍ وَجَعَلْنَا بَيْنَهُمَا زَرْعًا. രണ്ട് ആളുകളുടെ കഥ പറഞ്ഞു കൊടുക്കൂ നബിയേ. ഒരു ജ്യേഷ്ഠനും ഒരു അനിയനും. ജ്യേഷ്ഠൻ നല്ല മുതലാളിയാ, പൈസക്കാരനാണ്. അനുജൻ പാവമാണ്. അവർക്ക് അനന്തര സ്വത്ത് കിട്ടിയതാണ് വാപ്പയിൽ നിന്ന്. രണ്ടുപേർക്കും കിട്ടി. ജ്യേഷ്ഠൻ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചു, വലിയൊരു വീട് വെച്ചു, അതിൽ വേലക്കാര് വെച്ചു, ഒരുപാട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, സമ്പത്ത് ആസ്വദിച്ച് ജീവിച്ചു. അനുജനും കിട്ടിയിട്ടുണ്ട് അത്ര മുതലൊക്കെ. അനുജൻ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു. അയാൾ ഒരുപാട് പാവങ്ങളെ സഹായിച്ചു, ഒരുപാട് യതീം കുട്ടികൾക്ക് അഭയം നൽകി. ബാക്കിയുള്ള സ്വത്തങ്ങൾ സ്വതക്കം ചെയ്തു. ഒന്നും കയ്യിലില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്ന അനുഭവങ്ങൾ. സ്വതക്ക ചെയ്തിട്ടൊരു മനുഷ്യന്റെ പരീക്ഷണത്തിലായി പോവുക. അവസാനം ജ്യേഷ്ഠന്റെ അരികത്തേക്ക് അനുജൻ പൈസ കടം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോഴാണ് ജ്യേഷ്ഠൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ വമാ അദുന്നു الساعة قائمة, ഖിയാമത്ത് നാളെന്നോ മഹ്ശറയെന്നോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുണ്ട് എന്ന് നീ വിശ്വസിച്ചില്ലേ? എന്നിട്ടിപ്പോ നിനക്ക് എന്താ ഉള്ളത്? കയ്യിലെ പൈസക്ക് പോയില്ലേ? അതുകൊണ്ട് ഞാൻ തരില്ല. ഞാൻ തരണമെങ്കിൽ ഇതാ ഞാനും നീയും തമ്മിലൊരു ബെറ്റ് വെക്കണം. എന്താ? ഞാനാണോ നീയാണോ ഏറ്റവും നല്ല ശരി? നിന്റെ പക്ഷമാണോ സത്യം, അതല്ല എന്റെ പക്ഷമാണോ സത്യം എന്ന് തെളിയിക്കണം. അതെങ്ങനെ? നമുക്കൊരു ചൂണ്ടയിടാം. മീൻ പിടിക്കാൻ വേണ്ടി പോവാ. ഞാൻ എന്റെ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ ചൂണ്ടെറിയും, നീ അള്ളാന്റെ പേര് പറഞ്ഞ് ചൂണ്ടെറിയും. ആർക്കാണ് മീൻ കിട്ടുകയെന്ന് നോക്കുക. നിനക്ക് കിട്ടിയാൽ നിന്റെ ഭാഗം ശരി, എനിക്ക് കിട്ടിയ എന്റെ ഭാഗം ശരി. എന്താ സംഭവിച്ചത്? മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ സംഭവം രേഖപ്പെടുത്തി ഈ ആയത്ത് വിശദീകരിച്ചപ്പോ അള്ളാന്റെ പേരിൽ ബിസ്മിൻ ചൊല്ലി ചൂണ്ടെറിഞ്ഞു. ഇയാൾക്ക് ഒരൊറ്റ മീൻ പോലും കിട്ടിയില്ല. മറ്റേ ആൾക്ക് ഇഷ്ടം പോലെ കിട്ടി. സുബ്ഹാനല്ലാഹ്. അപ്പോഴും പതറിയില്ല. അതാണ് സമ്പത്ത് പോയാലും പേടിക്കല്ലേ, അള്ളാഹു നിന്റെ കൂടെയുണ്ട് എന്ന് വിചാരിക്കരുത്. പടച്ചോനെ, ബദരീങ്ങൾ ആണ്ടിൽ ഒരുപാട് മൗലിദും ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി അല്ലെ, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ടും എന്റെ കടം വീടിയിട്ടില്ല. എന്റെ പുരപ്പണി തുടങ്ങിയിട്ട് 10 കൊല്ലമായി, ഇപ്പോഴും തീർന്നില്ല. പടച്ചോനെ, എന്റെ കുട്ടിനെ കെട്ടിക്കാനായി, എനിക്കൊന്നും ആയില്ലല്ലോ. ഇതൊന്നും ചെയ്യാതെ നടക്കുന്ന ആൾക്കാർ എന്തൊരു ഉഷാറായി ജീവിക്കുന്നതെന്ന് ചിന്തിക്കല്ലേ. അള്ളാഹു അങ്ങനെയും മുഅ്മിനെ പരീക്ഷിക്കുമെന്നാണ്. മസീഹു ദജ്ജാലിന്റെ കൂടെയുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്ത് ഫിത്നത്തുൽ മാൽ, സമ്പത്ത് കൊണ്ടുള്ള ഫിത്ന ചെയ്യുമ്പോ നീ തകരാതിരിക്ക്. എന്താ മനസ്സിലാക്കേണ്ടത്? മനസ്സിലാക്കേണ്ടത് ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَاضْرِبْ لَهُم مَّثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ. പരിഹാരമാണ് പറയുന്നത്. സമ്പത്ത് കൊണ്ടുള്ള ഫിത്ന വന്നാൽ, മസീഹു ദജ്ജാൽ കൊണ്ടുവരുന്ന ഫിത്നയിൽ ഏറ്റവും വലിയ ഫിത്ന അതാണ്. സമ്പത്ത് കൊണ്ടുള്ള ഫിത്നയാണ്. മുഅ്മിനീങ്ങളുടെ ബിസിനസ് ഒക്കെ തകരും. അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് എമ്പാടും കാശുണ്ടാകും.
എന്ത് ചെയ്യണം? അല്ലാഹു പഠിപ്പിക്കുന്നത് വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പൈസയും സമ്പാദ്യവും എന്ന് പറഞ്ഞാൽ കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് അല്ലാഹു വർഷിക്കുന്ന മഴ പോലെ. ഫഖ്തലത ബിഹി നബാതുൽ അർളി, അല്ലാഹു വർഷിപ്പിച്ച മഴവെള്ളം ഭൂമിയിലെ മണ്ണുമായി കൂടിക്കലർന്നപ്പോ നബാതുൽ അർളി, ഭൂമിയിലെ ചെടികൾ മുളക്കുകയായി. ചെടികൾ മുളച്ചു വന്നു, ശോഭിച്ചു വന്നു. മഴ പോയി, ചൂടുകാലം വന്നു, വരൾച്ച വന്നു, വരണ്ടു. അങ്ങനെ ഉണങ്ങിയ നേരം ഫഅസ്ബഹ ഹശീമാ, ഈ ചെടികൾ പച്ചയായി വന്നതിന്റെ ശേഷം ഉണങ്ങിപ്പോവുകയും തദുറൂഹു റിയാഹ്, കാറ്റുകളിൽ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഈ പുല്ലുകളൊക്കെ ഉണങ്ങിയിട്ട് പാറിപ്പോവുകയാണ്. ഇങ്ങനെയാണ് ദുന്യാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. ഒരിക്കലും ശാശ്വതമല്ല. കുറച്ചു നേരം ഇങ്ങനെ ഉണ്ടാകും, പിന്നങ്ങ് തകരും. ഒരസുഖം വന്നാൽ കഴിഞ്ഞില്ലേ നമ്മുടെയൊക്കെ എല്ലാ ആവേശവും. പനി പിടിച്ചാൽ കഴിഞ്ഞു അല്ലെ? അള്ളാഹു അസുഖമുള്ളവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഡോക്ടർമാർ വെറുതെ പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നും കാണില്ല, എന്നാലൊരു ECG എടുത്ത് നോക്കി നമ്മൾ പേടിക്കുകയാണ്. ചോന എന്തായിരിക്കും, അത് ക്യാൻസർ ആണോ, അതാണോ, ഇതാണോ, ഭയങ്കര പേടില്ലേ? അള്ളാഹു മാരകമായ രോഗങ്ങൾ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനായ മനുഷ്യൻ പേടിക്കല്ലേ. ദുന്യാവിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. കുറച്ചു നേരമേ ഇങ്ങനെ തളിർക്കൂ, കുറച്ചു നേരമേ ഈ ശോഭ കാണൂ, പിന്നത് ഉണങ്ങുകയും ഒന്നിനും ഉപകരിക്കാത്തതായി മാറുകയും ചെയ്യുന്ന പോലെ ദുന്യാവിലെ സമ്പത്തിനെ അങ്ങനെ നീ കാണാൻ പാടുള്ളൂ. അങ്ങനെ നീ ചിന്തിച്ചാൽ നിനക്ക് സമ്പത്ത് കൊണ്ടുള്ള ഫിത്ന വരില്ല. സുബ്ഹാനല്ലാഹ്. മസീഹുദ് ദജ്ജാലിന്റെ മൂന്നാമത്തെ ഫിത്ന ചുരുക്കി പറയുന്നത് ഫിത്നത്തുൽ ഇൽമി. അവൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കാൻ വരുന്നുണ്ട്. മറഞ്ഞു കിടക്കുന്ന പലതും നിന്നോട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അഹങ്കാരം തോന്നല്ലേ. മൂസ നബി അലൈഹിസ്സലാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ചോദിച്ചത്, മൂസ നബിയേ, അല്ലാഹുവിന്റെ റസൂലല്ലേ അങ്ങ്, അല്ലാഹുവിന്റെ കലീമല്ലേ അങ്ങ്, അങ്ങയോട് അല്ലാഹു സംസാരിച്ചുവല്ലോ, അല്ലാഹുവിന്റെ വചനങ്ങൾ തൗറാത്ത് അല്ലാഹു അങ്ങേക്ക് ഇറക്കി തന്നുവല്ലോ മൂസ നബിയെ. എന്റെ ചോദ്യം ഇതാണ്, മൻ അലമു